പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു കുട്ടി തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കല്ല് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതവിടെ നിന്നും നീക്കം ചെയ്താൽ കുറച്ചുകൂടെ വിശാലമായി സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ കഴിയും എന്ന് അവൻ മനസ്സിലാക്കിയിട്ട് ആ കല്ല് അവിടെ നിന്നും നീക്കുവാൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കൈകൊണ്ട് തള്ളി നോക്കി, കാലുകൊണ്ട് ഉന്തി നോക്കി, കമ്പ് കൊണ്ട് കുത്തി മറിച്ചിടുവാൻ നോക്കി. എങ്ങനെല്ലാം ശ്രമിച്ചിട്ടും അവന് സാധിക്കുന്നില്ല. ഇവൻ്റെ ഈ പ്രവൃത്തികളും ഇവൻ്റെ ഈ പരിശ്രമവും ഒക്കെ കണ്ടുകൊണ്ട് നിശബ്ദനായി അവൻ്റെ പിതാവ് സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാകാത്ത തരത്തിൽ അദ്ദേഹം ഒരു പത്രവും വായിച്ച് അവിടെ ഇരിക്കുകയാണ്. കുറേ മിനിറ്റുകൾ അവൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചതിന് ശേഷം വിയർത്ത് കുളിച്ച് അവശനായി ഈ കുട്ടി ഈ സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കുകയാണ്. അവൻ്റെ പിതാവ് ശാന്തമായി ചോദിച്ചു, മോനെ, നീ നിന്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചോ? അവൻ പറഞ്ഞു, അതെ പപ്പ, എൻ്റെ ബലമെല്ലാം ഞാൻ ഉപയോഗിച്ചു, എൻ്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ ആ കല്ല് അവിടെ നിന്ന് നീക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. തൻ്റെ പിതാവ് അവനോട് ചോദിച്ചു, നീ നിന്റെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചോ? നീ നിന്റെ ബലമെല്ലാം ഉപയോഗിച്ചോ? അതെ പപ്പ, എൻ്റെ ബലമെല്ലാം ഞാൻ ഉപയോഗിച്ചു. ആ പിതാവ് വളരെ സൗമ്യമായി അവനോട് പറഞ്ഞു, ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അടുക്കൽ വന്നിട്ട് പപ്പ ആ കല്ലൊന്ന് നീക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നീ എൻ്റെ അടുക്കൽ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുകയില്ലായിരുന്നു. അപ്പോഴാണ് അവൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കല്ലവിടെ നിന്നും തള്ളി മാറ്റി എന്നതാണ് കഥയുടെ രത്നച്ചുരുക്കം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പലപ്പോഴും ക്രിസ്തു ശിഷ്യന്മാരായ ദൈവഭക്തന്മാരായ നാം ഓരോരുത്തരും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ സ്വയ പരിശ്രമം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് അതിനെ പരിഹരിക്കാൻ പരിശ്രമിച്ച് തളർന്നു പോകാറുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം നമ്മുടെ ബലമാണ്. അതെ, സർവശക്തനായ ദൈവം നമ്മുടെ ബലമെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നിശ്ചയമായും അവിടുന്ന് നമ്മെ സഹായിപ്പാൻ മനസ്സുള്ള ദൈവമാണ് എന്ന് മറക്കരുത്. തളർന്നു പോകരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ആമേൻ.